1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഒരു രൂപ 1.25 ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഒരു 4.25 ഒരു ചെറിയ ഹാഷ് ബാഗിന്റെ പ്രൈസിനും ഉണ്ടാവും അല്ലെ. പ്രൈസിനാണ് സിംഗിൾ ഓൺഷിപ്പ് വേണം, മോഡൽ ഉണ്ട്, അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആയിട്ട് വേണം. എന്തായാലും ഒരു 70 രൂപ ഉണ്ടെങ്കിൽ ചെയ്യാം. 70 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫുൾ ബ്ലാക്ക് വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനം? 465 അല്ലേ. പിന്നെ അതോ പുത്തൻ ടയർ ആട്ടോ, 4 ഫുൾ കട്ട ടയേഴ്സ് ആണ് വരുന്നത്. അലോയ്സ് ഒക്കെ അതുപോലെ തന്നെ ഓടിയിട്ടേ വണ്ടി ഇതൊന്നും ഓടിയിട്ടില്ല. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് വന്നിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 60-70 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഏകദേശം ഒരു 18-20 മൈലേജും പ്രതീക്ഷിക്കാം അല്ലെ. മെയിൻറ്റൈൻഡ് നല്ല അത്യാവശ്യം നല്ല കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ്. 9 ടച്ച് സ്ക്രീന്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അതും ഓട്ടോമാറ്റിക് വേരിയന്റ് ZI ഓപ്ഷൻ വാഹനം. അത്യാവശ്യം ഒരു 18 മൈലേജും പ്രതീക്ഷിക്കാം അല്ലെ. ലോങ് ഡ്രൈവിൽ 18 മുകളിൽ തന്നെ പ്രതീക്ഷിക്കാം. 18 മോഡല് സെക്കൻഡ് ഓൺഷിപ്പ് അല്ലെ. ഇന്നൊരു ഗംഭീരമായ SUV കളക്ഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു കിടിലം പാർട്ടിയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ള MKയിലാണ്. സോ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണറുകളാവട്ടെ, അത് നമുക്ക് SUVകളൊക്കെ നല്ല ഫുള്ളോണൊക്കെ ഉള്ള അടിപൊളി വാഹനങ്ങളുള്ള ഒരു കിടിലം പാർട്ടിയായിട്ടാണെന്ന് വന്നിട്ടുള്ളത്. ഫൈസൽക്ക് തന്നെയാണ് കൂടെ ഉള്ളത്. ഫൈസൽക്ക് അത്യാവശ്യം നല്ല പൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലെ. ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ നോക്കുന്നവർക്ക് സോ മിസ്സാക്കേണ്ട നല്ല കിടിലം കളക്ഷനാണ്. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് എല്ലാ പ്രാവശ്യം ഈ ലൊക്കേഷൻ പറയും. ഏതായാലും വെള്ളമ്പുറത്ത് എന്ന് പറഞ്ഞാൽ, വെള്ളമ്പുറം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മഞ്ചേരിന്റെയും കൊണ്ടോട്ടിന്റെയും മലപ്പുറത്തിന്റെയും സെന്ററാണ്. അപ്പോൾ ആ മലപ്പുറത്തിന് ജസ്റ്റ് ഒരു 10-30 മീറ്റർ വന്നാലും നമ്മളെ ലൊക്കേഷൻ. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ക്രെറ്റീന്നാണ് ഒരു ബെസ്റ്റ് പ്രൈസിന്, അതും സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ, വൈറ്റ് ആണ്, KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷന്. അത് നല്ല അത്യാവശ്യം നല്ല നീറ്റ്, നമ്മൾ ഗ്ലാസ്സുകളൊക്കെ ഒന്നും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ളൊരു വാഹനം. ഫൈസൽക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2019 ആട്ടോ. 19 റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് കാര്യങ്ങളുണ്ട്, ഒന്നുണ്ട്. അത് നമുക്ക് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമുക്ക് E+ ആണ് ഓപ്ഷൻ വരുന്നതെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി, അതായത് സീറ്റ് കവേഴ്സ്, അതേപോലെ തന്നെ നമുക്ക് റിയൽ AC വെന്റ്, പിന്നെ നമുക്ക് ഡ്രൈവിംഗ് സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി അത്യാവശ്യം LCD സ്ക്രീന്, അതിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന നല്ലൊരു കിള്ളം വാഹനം. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 95. അതും സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? A95 ഒരു ബെസ്റ്റ് പ്രൈസിനാണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം, മോഡൽ ഉണ്ട്, അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആയിട്ട് വാഹനം. എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? എന്തായാലും ഒരു 70 രൂപ ഉണ്ടെങ്കിൽ ചെയ്യാം. 70 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത തവണ നമുക്ക് കംഫർട്ടും മൈലേജും എന്നാൽ ഡീസല് നല്ലൊരു ഓട്ടോമാറ്റിക് വേരിയന്റ് വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ബ്രസയാണ്. അതും ഡീസൽ വേരിയന്റ്. സോ നമുക്ക് AMT ആയതുകൊണ്ട് മാനുവലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അതിനൊന്ന് ഫൈസൽക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 കേട്ടോ. 18 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ZD ആണ് ഓപ്ഷൻ വരുന്നത്. അതും സ്പെഷ്യൽ ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ സെക്കൻഡ് ഓണർ ആണ്. 1.29 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ അല്ലേ? ഹിസ്റ്ററൊക്കെ കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല അത്യാവശ്യം നല്ല കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ്. 9 ടച്ച് സ്ക്രീന്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അതും ഓട്ടോമാറ്റിക് വേരിയന്റ് ZI ഓപ്ഷൻ വാഹനം. അത്യാവശ്യം ഒരു 18 മൈലേജും പ്രതീക്ഷിക്കാം അല്ലെ. ലോങ് ഡ്രൈവിൽ 18 മുകളിൽ തന്നെ പ്രതീക്ഷിക്കാം. 18 മോഡല് സെക്കൻഡ് ഓൺഷിപ്പ് അല്ലെ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ആ ക്രെറ്റയ്ക്ക് ചോദിക്കുന്നത് അതേമാതിരി A95, അതായത് 795. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും അതേമാതിരി നമുക്ക് 70-80 രൂപ ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാം. സുഖമായിട്ട് ഇറക്കാം. അത് നല്ല ട്രാക്കിന് അതിലേറെ കുറഞ്ഞ റേറ്റിന് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഞാൻ അടുത്തോണ്ട് ഒരു ചെറിയൊരു മീഡിയം റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫുൾ ബ്ലാക്കിൽ ഒരു കിഡ്ലം എലൈറ്റ് i20, അഡീഷണൽ ആയിട്ട് നല്ല ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ്, സ്കേറ്റിംഗ്, അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ്, അതേപോലെ നമുക്ക് ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ സ്മോക്ക് ചെയ്തിട്ടുള്ള ഒരു കിഡ്ലം വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 14 ആട്ടോ. ആസ്ത ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. സോ നല്ല മൈലേജും നല്ല പെർഫോമൻസും പിന്നെ ടയേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം ഫുൾ കട്ട ടയേഴ്സിന് വരുന്നുണ്ട് അല്ലേ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.20 ഓടി. 1.30 1.30 ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നല്ല പക്ക നീറ്റ് ആണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, റിയൽ AC വെന്റ്, ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫുൾ ബ്ലാക്ക് വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനം? 465 അല്ലേ. പിന്നെ അതോ പുത്തൻ ടയർ ആട്ടോ. 4 ഫുൾ കട്ട ടയേഴ്സ് ആണ് വരുന്നത്. അലോയ്സ് ഒക്കെ അതുപോലെ തന്നെ ഓടിയിട്ടേ വണ്ടി ഇതൊന്നും ചെയ്തില്ല. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും വന്നിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും?
ഇത് നമുക്ക് ഏകദേശം ഒരു 60-70 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഏകദേശം ഒരു 18-20 മൈലേജും പ്രതീക്ഷിക്കാം അല്ല. അടുത്തൊരു നമുക്കൊരു ഡെയിലി ഒരു വരുമാനമൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ടാക്സി പെർമിറ്റിൽ കുറഞ്ഞ മെയിൻ്റെനൻസും അത്യാവശ്യം മൈലേജും ഒക്കെ ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ടയോട്ടയുടെ എത്തിയോസ്. അത് പ്ലാറ്റിനം ടൈപ്പാണ് വരുന്നത്, കേരള രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? ഇത് 2013 GD ആട്ടോ. GD പറഞ്ഞില്ല നിങ്ങൾ, അത് ടാക്സി ആണ്. ഏകദേശം 150 ഓടി, പക്ഷെ കിലോമീറ്റർ ജെന്യൂൻ ആണോ എന്ന് എനിക്ക് അറിയില്ല. കേരള വണ്ടി തന്നെയാണത്. അതെ, ഒറിജിനൽ കേരള വണ്ടി, ഫസ്റ്റ് ഓണർ ആണ്, കമ്പനി സർവീസും ഉണ്ട് ശരിക്കും. എല്ലാം ഉള്ള വാഹനമാണ്. അതെ അതെ. പക്ഷെ വേറെ എന്താ വെച്ചാൽ കിലോമീറ്ററിൽ എന്തോ ചെറിയ വ്യത്യാസം ഉണ്ട്. അതാണ് നമുക്ക് ഇതിലൊരു ഇതായിട്ടുള്ളൂ, ഒരു നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ബാക്കി മെക്കാനിക്കൽ എഞ്ചിനൊക്കെ കംപ്ലൈൻസ് ആയിട്ട് ഒന്നുമില്ല. അതുമല്ല ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, എല്ലാ ഭാഗവും ക്ലിയർ ആണ്. അപ്പോൾ ഫുള്ള് കമ്പനി ഹിസ്റ്ററിക്ക് അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് ഞങ്ങൾ ചോദിക്കുന്നത് 360. ചെറിയൊരു പ്രൈസിന്. ഏകദേശം നമുക്ക് ലോൺ സൗകര്യം ഒക്കെ ഉണ്ടാവും ഇതിന്? തീർച്ചയായിട്ടും അത് ചെയ്യാം. ഫുൾ ലോണൊക്കെ ചെയ്യാൻ പറ്റുമോ? അതായത് അത്യാവശ്യം ട്രാക്കുള്ള ഒരാൾക്ക് നമുക്ക് മാക്സിമം ചെയ്യാം, ഒരു 80% ചെയ്യാം. ലോണും ചെയ്യാം അല്ലേ. അടുത്തൊരു ഇന്നോവയാണ്, കേരള രജിസ്ട്രേഷൻ ആണ്. നിലവിൽ കേരളത്തിലേക്ക് റീവണ്ടി ആണെങ്കിലും നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്ന സിൽവർ ഫിനിഷിംഗ് വാഹനം, ടൈപ്പ് 4 ആണ് വരുന്നത്. അപ്പൊ വൈസൽക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 ആണ്, 150 ഓടിയിട്ടുണ്ട്, G4 ആണ്, 3rd ഓണർ ആണ് വണ്ടി വരുന്നത്. മേജർ ആക്സിഡന്റ് മേജർ ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല, വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി അല്ലേ. ടൈപ്പ് 4 ആണ് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 665 ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? അത് നമുക്ക് ഏകദേശം ഒരു രൂപ 1.5 ഒക്കെ ഏകദേശം ചെയ്യാം. 1 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ 1.5 പാർട്ടിയുടെ പ്രൊഫൈലിനനുസരിച്ചൊക്കെ ട്രാക്ക് ഉണ്ടെങ്കിൽ 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല. എന്തായാലും വീണ്ടും നമുക്കൊരു നേരത്തെ ഒരു ലൈറ്റ് 820 പരിചയപ്പെട്ടിരുന്നു. ഞാൻ അതിന്റെ 3 വരുന്നുണ്ട്. ജസ്റ്റ് ഇതിന്റെ മോഡലൊക്കെ എങ്ങനെയായിരുന്നു വൈസൽക്ക? വൈറ്റ് തന്നെയാണ് വരുന്നത്. 2014-15 കേട്ടോ. 14-15 ഫാൻസി നമ്പർ വരുന്നുണ്ട്. അത് നമുക്ക് ഇതിന് ഏറ്റവും ഫുള്ളോട് ആസ്റ്റാണ് വരുന്നത്. നമുക്ക് ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ അല്ല. മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല. ഡീസൽ വേരിയന്റ് ആണ്. 20 മൈലേജ് പ്രതീക്ഷിക്കാം. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് നമ്മള്? ഇത് 4.4. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? അത് നമുക്കൊരു 10-50-60 ഒക്കെ ഉണ്ടെങ്കിൽ ആവും ചെയ്യാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇതന്നെ അതിന്റെ ഒരു ടൈപ്പ് 2 വരുന്നുണ്ട് അല്ലേ. അതായത് എലൈറ്റിന്റെ ടൈപ്പ് 2 ആണ്. അത് നല്ല ഫാൻസി നമ്പർ, KL26 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2018-19 രജിസ്ട്രേഷൻ കേട്ടോ. ഒന്നുകൂടെ മോഡൽ കൂടിയ വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് തന്നെയാണ് അത് വരുന്നത്. ഡീസലാണോ അതോ പെട്രോൾ ആണോ? ഡീസലാണ്. മൈലേജ് നമുക്ക് 20 ഒക്കെ കിട്ടും. മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് ഓൺഷിപ്പ് 3rd ആട്ടോ. 3rd ആണ്. ഫുള്ള് സർവീസ് എല്ലാം പക്കയാണല്ലോ വണ്ടിയില്ല. 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 665. 19 രൂപ വണ്ടി ഇറക്കാം. സുഖമായിട്ട് ഇറക്കാം. ദെൻ വീണ്ടും ഒരു ടൈപ്പ് 2 ആണ്. ഇത് നമുക്ക് കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 വണ്ടി കേട്ടോ. 15 വണ്ടിയാണ്. 140 ഓടിയിട്ടുണ്ട്. 3rd ഓണർ ആണ്. ഇത് ഏകദേശം നമുക്ക് 4.25 വരും. 4.25 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ 50-60 70 രൂപയുടെ ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മുടെ ആളുകളുടെ ഡോക്യുമെന്റ്സിനനുസരിച്ചാണ്. ട്രാക്ക് ഒക്കെ ഓക്കെ ആണെങ്കിൽ 50 രൂപ 60 രൂപ ഒക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഡീസലാണ്. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡാണ്. ഇപ്പൊ എലൈറ്റ് നോക്കുന്നവർക്ക് നല്ല അത്യാവശ്യം നല്ല കളക്ഷൻ വരുന്നുണ്ട് അല്ലേ. അതായത് നമുക്ക് വീണ്ടും ഒരു സെഡാന് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സിറ്റി. സിൽവർ ഫിനിഷിംഗ് ആണ്. ഇതിന്റെ 4th ജനറേഷൻ ആണ് വരുന്നത്. ഡീസലല്ല വണ്ടി വരുന്നത്. ഡീസൽ. അന്നത്തെ നമുക്ക് പിന്നെ ഓപ്ഷൻ വരുന്നത്. സൺറൂഫിന്റെ ഒരു കുറവുണ്ട്. ബാക്കി അത്യാവശ്യം അതായത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കമ്പനി അലോയ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്. നമുക്ക് ഇതിന്റെ ബേസ് മോഡലാണ് വരുന്നത് അല്ലേ. AC പവർ സ്റ്റിയറിംഗ് S ആണ് ഓപ്ഷൻ വരുന്നത്. എസ് ആണ്. അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മൈലേജ് ഡീസൽ അല്ലേ വരുന്നത്? അതെ, ഡീസൽ. കമ്പനി ലോങ്ങിൽ ഏകദേശം 24 മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ല. 20 നമുക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ ഓട്ടത്തിൽ 20-21 പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടി അല്ലേ. ഇത് മോഡല് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് 2015 ആണ്. കിലോമീറ്റർ 140 ഓടിയാണ്. 3rd ഓണർ ആണ്. നമുക്ക് ഏകദേശം ഒരു 4.25 ഒരു ചെറിയ ഹാഷ് ബാഗിന്റെ പ്രൈസിനും ഉണ്ടോ അല്ലെ? അതിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം പറഞ്ഞേ അതൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞ 70% നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അതിൽ ഒരു 70-80 രൂപ ലോൺ ചെയ്യാം. ഞാനൊരു കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇത് ഡീസൽ തന്നെയല്ലേ വരുന്നത്? അതെ. ഇത് ഡീസലാണ്. 2015 വണ്ടിയാണ്. 126 ഓടിയാണ്. 2nd ഓണർ ആട്ടോ. ഓക്കെ. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ വരുന്നത് ഇത് ബി ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, ഇന്റീരിയർ ഒക്കെ നല്ല പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് 5.5 അല്ല.
ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. മാക്സിമം നമുക്ക് ലോൺ അവൈലബിൾ ആണ്. അപ്പം നമുക്കൊരു നല്ല ബെസ്റ്റ് പ്രൈസിന് കൊണ്ടാവും. നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല പക്ക ഹൈ ക്വാളിറ്റി വെൽ മെയിൻറ്റൈൻഡ് ആണ്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ അടക്കം വരുന്നൊരു വാഹനം. ഇത് നമുക്കൊരു പ്രീമിയം സെഗ്മെന്റിലൊക്കെ ഒരു നല്ലൊരു കിടിലൻ വാഹനമാണ്. അപ്പം റെഡ് ഫിനിഷിങ്ങിൽ വരുന്ന ന്യൂ എംബ്ലൊക്കെ വരുന്ന കിയയുടെ സെൽറ്റോസ് അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2021 കേട്ടോ. 21 ആണ്. ആകെ 59,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്. പാറശാല രജിസ്ട്രേഷൻ അല്ലേ? 16 HTK പ്ലസ് വരുന്നത്. HTK പ്ലസ്. നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. സൺറൂഫിന്റെ ഒരു കുറവുണ്ട് അല്ലേ? ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, കാര്യങ്ങൾ, അത്യാവശ്യം ടയേഴ്സ്, മേജർ ആക്സിഡന്റ് ക്ലെയിം ഇല്ല. ഒരു മേജർ ഇതുമില്ല. പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുതിയ ടയറാണ്. അതൊക്കെ അപ്പൊ മാറിയിട്ടേ ഉള്ളൂ. തീരെ ഓടിയിട്ടില്ല വണ്ടി. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് 11,500 രൂപ. 11,500. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു രൂപ 1.25 ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇതൊരു പ്രീമിയം സെഗ്മെന്റിൽ നല്ലൊരു കിടിലൻ വാഹനമാണ് ഓഡി അല്ലേ? ഇത് ഏതായിരുന്നു? നമുക്ക് Q3 ആയിരുന്നു. 2016 മോഡല്. അത് നല്ല അടിപൊളി കളർ അല്ലേ? ബ്ലഡ് റെഡിൽ വരുന്ന ഒരു വണ്ടിയാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലൻ വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 ആണ്. സിംഗിൾ RC ഓണർ ആണ് ഇപ്പൊ കിടക്കുന്നത്. NOC കാര്യങ്ങൾ ആയിട്ടില്ല. പാർട്ടിക്ക് വേണമെങ്കിൽ NOC നമ്മൾ ചെയ്തു കൊടുക്കാം. ഓക്കെ. ഇതിപ്പോ NOC നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 13 രൂപയാണ് നമ്മൾ പറയുന്നത്. അതിലെന്തേ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ട് ചെയ്തു കൊടുക്കും. NOC 13 രൂപ അല്ലേ? ആകെ 60 പോയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് അല്ലേ? യെസ്. ഇത് നമുക്കൊരു കിടിലൻ റെഡില് ഒരു കിടിലൻ സ്വിഫ്റ്റ് അല്ലേ? ഇത് എങ്ങനെയായിരുന്നു പൈസ? 2023 പെട്രോൾ ആട്ടോ. LXi ആണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. എങ്ങനെ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം അത് ഓട്ടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓണർ ആണ്. 80,000 ഓട്ടോ. ഓക്കെ. ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ അല്ല? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 5.5. 5.5. 19 രൂപ വണ്ടി ഇറക്കാം അല്ലേ? അടുത്തൊരു ബഡ്ജറ്റ് റേഞ്ചിൽ സ്വിഫ്റ്റ് നോക്കുന്നവർ 2010 മോഡല് ഡീസൽ വണ്ടി VDI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ കാര്യങ്ങൾ, ഒരു ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കേരള രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2010 ആണ്. VDI ആണ്. സെക്കൻഡ് ഓണർ ആണ്. ഡീസൽ, അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ചോദിക്കുന്നത് നമുക്ക് ഇതിപ്പോ പേപ്പർ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പുതിയ പേപ്പർ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. ഏകദേശം ഒരു 1.90 പേപ്പറൊക്കെ ആക്കി എല്ലാം ഉണ്ടാവും. എല്ലാം ആക്കിയിട്ട് 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്തിട്ട് 1.90 എല്ലാം ഉള്ള ഒരു വണ്ടി അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് MKL-ലായിരുന്നു. ഇവിടുത്തെ ഒരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. ലൊക്കേഷൻ മറക്കണം. മലപ്പുറം ജില്ലയിൽ വെള്ളാമ്പുറത്താണ്. അതായത് നമ്മുടെ കാര്യങ്ങൾ കണ്ടിട്ട് വേഗം എന്ത് ചെയ്യുക, താഴെ കാണാൻ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.